റിലയൻസ് ജിയോയുടെ കരിയർ പേജിലാണ് നമ്മളിപ്പോൾ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ജോബ് ഉണ്ട്. അതായത് ഫ്രീലാൻസറിലുണ്ട് 7825 ജോബ് ഉണ്ട്. ഈ 7825 ജോബിൽ 10ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസറുടെ ഈ ജോലി നിങ്ങൾക്ക് വീട്ടിലിരുന്നും ജോലി ചെയ്യുന്ന രണ്ട് തരത്തിലും അപ്ലൈ ചെയ്യാം. വർക്ക് ഫ്രം ഹോം ഉണ്ട്, വർക്ക് ഫ്രം ഓഫീസ് ഉണ്ട്. അപ്പം രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1116 ഉണ്ട്. ഇതിനകത്തും 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റിലുണ്ട് 544, കസ്റ്റമർ സർവീസിലുണ്ട് 508, അതുകൂടാതെ ബിസിനസ് ഓപ്പറേഷനിൽ 434, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലുണ്ട് 210. ഇവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെല്ലാം വേക്കൻസികളാണ്, ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഒരു കീ റെസ്പോൺസിബിലിറ്റി ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കും. അത് കണക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഏതൊക്കെ ഡീറ്റെയിൽ ആണെന്നുള്ള ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് വേക്കൻസി ഉണ്ട്, ഒരുപാട് വേക്കൻസി. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ റിലയൻസ് ജിയോയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജിയോ ന്യൂ റിക്രൂട്ട്മെന്റ് 2025 ടോട്ടൽ പോസ്റ്റ് 16,800 പോസ്റ്റ് ഉണ്ട്. ജിയോയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതാണ് നിങ്ങളെ നേരത്തെ കാണിച്ചത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് പോസ്റ്റ് ഉണ്ട്. അപ്പം ടോട്ടൽ പോസ്റ്റ് 16,800. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10th പാസ്സായവർക്ക് അപേക്ഷിക്കാം, 12th പാസ്സായവർക്ക് അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം, ITI പാസ്സായവർക്ക്, ഡിപ്ലോമ, എല്ലാവർക്കും BTech, MTechകാർക്കും അപേക്ഷിക്കാൻ പറ്റും. അത് കണക്ക് എല്ലാ തരത്തിലുള്ള യോഗ്യതയുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റിലയൻസ് ജിയോയുടെ ന്യൂ റിക്രൂട്ട്മെന്റ് ആണ്. സാലറി എന്ന് പറയുന്നത് 22,500 ഇവിടെ കാണിക്കുന്നു. 28,500 തൊട്ട് 68,000 രൂപ വരെ സാലറിയുള്ള ജോബുകൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് നോ എക്സാം നോ ഫീസ്. ഇതിനകത്ത് എക്സാം ഇല്ല, ഫീസും ഇല്ല. അത് കണക്ക് തന്നെ ആൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് അപേക്ഷിക്കാം. ഇത് ഇന്ത്യയിലുള്ള മെയിൻ കമ്പനികളിൽ ഒരു വൻ കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിലയൻസ് ജിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വൻപിച്ച കമ്പനിയാണ്, റെപ്യൂട്ടഡ് കമ്പനിയാണ്. അപ്പോൾ അതിലുള്ള വേക്കൻസി എപ്പോഴും ഇതിനകത്ത് വേക്കൻസി വന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ കൂടുതൽ വേക്കൻസി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. റിലയൻസ് ജിയോ ന്യൂ വേക്കൻസി 2025. റിലയൻസ് ജിയോ സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ, ബിസിനസ് ഓപ്പറേഷൻ, എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഇതെല്ലാം ഞാൻ പറയുന്നത് ഡിപ്പാർട്ട്മെന്റാ, അല്ലാതെ പോസ്റ്റ് അല്ല. സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ, ബിസിനസ് ഓപ്പറേഷൻ, എഞ്ചിനീയറിംഗ് ടെക്നോളജി, IT ആൻഡ് സിസ്റ്റം, കസ്റ്റമർ സർവീസ് ഓപ്പറേഷൻ, ദ സപ്ലൈ ചെയിൻ, ഫ്രീലാൻസർ, ഫൈനാൻസ് കംപ്ലൈൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, അഡ്മിൻ സർവീസസ്, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, പർച്ചേസ് ആൻഡ് കോൺട്രാക്ട്, മാർക്കറ്റിംഗ്, ലീഗൽ ആൻഡ് അതേഴ്സ്. എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലും, ഒരു കമ്പനിയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും റിലയൻസ് ജിയോയിൽ വേക്കൻസി ഉണ്ട്. ടോട്ടൽ പോസ്റ്റ് മൾട്ടിപ്പിൾ പോസ്റ്റ് ആണ്. അപ്ലൈ മോഡ് ഓൺലൈൻ ആണ്. ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ് അപേക്ഷിക്കാം. റിലയൻസ് ജിയോ റിക്രൂട്ട്മെന്റ് 2025. സാലറി എന്ന് പറയുന്നത് എന്താണ് സാലറി? 28,000 തൊട്ട് 65,000 രൂപ വരെ അപ്രോക്സിമേറ്റ് സാലറിയാണ്. പക്ഷെ ഓരോ പോസ്റ്റിനും അതിൻ്റെതനുസരിച്ച് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. മിനിമം ഏജ് 18 വയസ്സാണ്. മാക്സിമം ഏജ് നോ ലിമിറ്റ് ആണ്. അതായത് 45-50 വയസ്സുള്ളവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നില്ലാണ്. ഇതിലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഏത് കാറ്റഗറി പെട്ടതായിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST, PWD, ഏത് കാറ്റഗറി പെട്ടതായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഫീസും ഇതിനകത്തില്ലാതെ അപേക്ഷിക്കാം.
സെലക്ഷൻ പ്രോസസ്. ഇതിനകത്ത് എക്സാം എന്ന് പറയുന്നതില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് നിങ്ങളുടെ സെലക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷൻ കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന ഈ ഡോക്യുമെന്റ്സ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഒരുപക്ഷെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാണും, അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി വെക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം പറയുന്നത് റെസ്യൂം, പബ്ലിക് CV എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. നിങ്ങൾ അവരുടെ കീ റിക്വയർമെന്റ്സ്, അവരവിടെ ആവശ്യപ്പെടുന്ന, നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കീ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന CV അത് കണക്ക് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ഇത് റിജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ CV, റിലയൻസ് ഏത് പോസ്റ്റാണ് നിങ്ങൾ ചോയ്സ് ചെയ്തത് ആ പോസ്റ്റിന്റെ കീ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നോക്കുക. അതിനകത്ത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എന്തെല്ലാമാണെന്ന് നോക്കിയിട്ട് ആ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ റിസ്യൂം, CV നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട. ഇമ്പോർട്ടന്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി ഇപ്പോഴേ ഇത് സ്റ്റാർട്ടായിട്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് അപ്ലൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പുതിയ വേക്കൻസി വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് അനുയോജ്യമായ എന്തെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ സമയം അപേക്ഷിക്കാം. അതായത് ജിയോയുടെ ഈ വെബ്സൈറ്റും അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയൊക്കെ തീർന്നാലും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത് ഈ ആൾറെഡി സ്റ്റാർട്ടഡ് ആണ്, പക്ഷെ എന്നാ ഇത് തീരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആ വെബ്സൈറ്റിൽ എന്നുവരെ ഈ ഒരു വേക്കൻസി ഉണ്ടോ അന്ന് വരെ ഇത് നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ലിങ്ക് തന്നിട്ടുണ്ട്, ഇത് അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണുക. അപ്പൊ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവർ ഫീച്ചേർഡ് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ ഫ്രീലാൻസിലുണ്ട് 7825 വേക്കൻസി. അത് കണക്കാണ് സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 1116 വേക്കൻസി ഉണ്ട്. ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റിലുണ്ട് 544, ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റിൽ 544, കസ്റ്റമർ സർവീസിൽ 508, ബിസിനസ് ഓപ്പറേഷനിൽ 434 ജോബ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലുണ്ട് 210. എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേക്കൻസി ഉണ്ട്. അതേഴ്സിലുണ്ട് 126. ഈ അതേഴ്സിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം, ഞാൻ നോക്കാൻ പോയി അത്രയും സമയം കൂടെ പോകും. IT ആൻഡ് സിസ്റ്റമിലുണ്ട് 43, ഫൈനാൻസ് കംപ്ലയൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിലുണ്ട് 40, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിലുണ്ട് 32 ജോബ്, സപ്ലൈ ചെയിനിൽ 26 ജോബ്, ഓപ്പറേഷനിൽ 16 ജോബ്, കോർപ്പറേറ്റ് സർവീസ് അഡ്മിൻ 13 ജോബ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ട് 11 ജോബ്. അങ്ങനെ ഒരുപാട് ജോബ് ഉണ്ട്. നിങ്ങൾ തന്നെ ഇതിനകത്ത് സെർച്ച് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചറിലുണ്ട് 7, പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ 7. അങ്ങനെ ഒരുപാട് നിങ്ങൾ നോക്കിയാൽ തീരത്തില്ല, അത് കണക്ക് ജോബ് ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ സപ്പോസ് ഞാൻ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. 7825 ജോബ് ഉണ്ട്. ഇവിടെ എനിക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ജോബ് സെർച്ച്, റിഫൈൻ യുവർ സെർച്ച്, ക്ലിയർ ആൾ ഫിൽറ്റർ. നിങ്ങൾ ഈ ക്ലിയർ ആൾ ഫിൽറ്ററിൽ ആദ്യം ക്ലിക്ക് ചെയ്യണം. എന്തെങ്കിലും ഫിൽറ്ററിൽ ഇത് മാറിക്കിടപ്പുണ്ടെങ്കിൽ അത് നേരെ വരും. അപ്പോഴത്തേക്ക് ഫ്രീലാൻസറിൽ എനിക്ക് വേണം 7825 വേക്കൻസി ഉണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് താഴെ പറയുന്നുണ്ട് ജിയോ കസ്റ്റമർ അസോസിയേറ്റഡ് ആസ്പിറേഷണൽ പ്രോഗ്രാം ടു കണക്ട് വുമൺ ആൻഡ് യൂത്ത് ടു എന്നാണ് നിങ്ങൾ വായിച്ചു നോക്കിയോണം.
അത് കഴിഞ്ഞാണ് ഇവിടെ ഷോ ഒരു 10 പറയുന്നുണ്ട്, നമുക്കൊരു 25 25 കൂടുതൽ കാര്യങ്ങൾ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റും. ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ഫ്രീലാൻസറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ജിയോ കസ്റ്റമർ അതിന്റെ ഇവിടെ ഒരു നമ്പർ വന്ന്, അതുകൂടാതെ അപ്ലൈ നെയ് ബാക്കി ടു സെർച്ച് റിസൾട്ട് തിരിച്ച് നമുക്ക് ഇവിടെ പോകണം. ബാക്കി ടു സെർച്ച് റിസൾട്ട് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത്. അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ റിലയൻസ് ജിയോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ഇമെയിൽ ID അവരുടെ യൂസർ നെയിം പാസ്വേഡ് കാണും. ആ യൂസർ നെയിം പാസ്വേഡ് ഇട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ വേക്കൻസി തീരത്തില്ല. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയാൻ വന്നത് തന്നെയാണ്, ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ഫ്രീലാൻസർ എവിടെയാണെന്നുള്ള ഇതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ അത്തൂരുണ്ട്. അത് എവിടെയൊക്കെയാണ് നിങ്ങളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഞാൻ പറഞ്ഞത് പോസ്റ്റ് 19 ജൂണിലുള്ളത്, 19 ജൂണിലായത് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കാര്യമില്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ 4-5 മാസമായി ഇതിന്റെ സമയം ഒരിക്കലും ഇല്ല, സമയം തീരുന്നില്ല. ഈ റിലയൻസിന്റെ ജിയോയിൽ എന്നൊക്കെ പറഞ്ഞാൽ വേക്കൻസി കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പോയി അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇമെയിൽ ID യും പാസ്വേഡും ഉണ്ടെങ്കിൽ, നേരത്തെ നിങ്ങൾ ജിയോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവരുടെ ഇമെയിൽ ID യും യൂസർ നെയിം പാസ്വേഡും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ന്യൂ യൂസറിനെ ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഇമെയിൽ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് കൺഫേം പാസ്വേഡ് കൊടുത്ത് ഇനി നിങ്ങളെ പറ്റി ഇവിടെ പറയുക, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഏത് കൺട്രി ആണെന്നുള്ളത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്യാപ്ച അടിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോഴത്തേക്കും ലോഗിൻ ആവും. അവിടുന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നല്ല ഇന്ത്യയിലെ വൻപിച്ച ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ജോബ് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. അപ്പം ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഓക്കെ, താങ്ക് യു ആൾ ഓഫ് യു.